ഷാരോൺ വധത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന ഗ്രീഷ്മയുടെ വിശ്വാസം തകർത്തത് കേരള പോലീസ്. സാഹചര്യ തെളിവുകളെ കോർത്തിണക്കി സത്യം തെളിയിച്ച അന്വേഷണ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച് കോടതി. തെളിവുകൾ ചുമന്ന് നടക്കുകയായിരുന്നു എന്ന് പ്രതി തിരിച്ചറിഞ്ഞത് പോലീസ് പിടിച്ചപ്പോൾ. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പോലീസ്. ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ച കോടതി അന്വേഷണ മികവിന് കേരള പോലീസിനെ പ്രത്യേകം അഭിനന്ദിച്ചു. ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിൽ സാഹചര്യ തെളിവുകളെ അതിസമർത്ഥമായി കൂട്ടിയിണക്കിക്കൊണ്ട് പ്രതി കുറ്റം ചെയ്തതായി തെളിയിക്കാൻ അന്വേഷണ സംഘത്തിനായെന്ന് കോടതി നിരീക്ഷിച്ചു. മാറിയ കാലത്തിനനുസരിച്ചുള്ള അതിസമർത്ഥമായ അന്വേഷണമാണ് നടന്നത്. കുറ്റകൃത്യം ചെയ്ത അന്നു മുതൽ പോലീസ് പിടിക്കുന്നതുവരെ തെളിവുകൾ താൻ തന്നെ ചുമന്നു നടക്കുകയാണെന്ന് പ്രതി അറിഞ്ഞിരുന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നു. ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത വെല്ലുവിളികളിലൂടെയായിരുന്നു കേരള പോലീസിന്റെ അന്വേഷണം കടന്നുപോയത്. വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവസാന നിമിഷം വരെ വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരോൺ ഒന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു. വിധിയിൽ വളരെ സന്തോഷമുണ്ടെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥയായിരുന്ന ഡി ശില്പ IPS പ്രതികരിച്ചത്. അന്വേഷണ സമയത്ത് നിരവധി പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ഗ്രീഷ്മ കേസ് വഴിതെറ്റിക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ തെളിവ് ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഇത് ഒരു ടീം വർക്കിന്റെ ജയമാണ്. കേസിൽ പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മാവന് 3 വർഷം മാത്രമാണ് തടവ് ശിക്ഷ വിധിച്ചത്. അത് നിയമപരമായി ആലോചിച്ചിട്ട് അപ്പീൽ കൊടുക്കും. ഒരു ടീമായി നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായതെന്ന് DYSP KJ ജോൺസൺ പ്രതികരിച്ചു. രാത്രിയും പകലും ജോലി ചെയ്താണ് തെളിവുകൾ ശേഖരിച്ചത്. അന്വേഷണം വഴിതിരിച്ചുവിടാൻ ഗ്രീഷ്മ പല കുതന്ത്രങ്ങളും പയറ്റി. പിടിച്ചു നിൽക്കാനാകാതെ ഉത്തരം മുട്ടിയപ്പോഴാണ് ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതെന്നും ജോൺസൺ പറഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായതിനാൽ വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. ഗ്രീഷ്മയെ തള്ളി പറയാൻ ആദ്യഘട്ടത്തിൽ ഷാരോണും തയ്യാറല്ലായിരുന്നു. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുക മാത്രമല്ല, കുറ്റകൃത്യത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഗ്രീഷ്മയുടെ ചാറ്റുകളും സംസാരവും വീഡിയോ കോളുകളും മറ്റു മൊഴികളും പരിശോധിച്ചു. തുടർന്നാണ് സംശയത്തിന്റെ നിഴലിലായിരുന്ന ഗ്രീഷ്മയെ പ്രതിയാക്കുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മാരകമായ കീടനാശിനി കലർത്തിയ കഷായം നൽകിയതിനെ തുടർന്നാണ് ഷാരോൺ മരിക്കുന്നതെന്ന് കണ്ടെത്തിയത്. ഷാരോൺ പ്രണയത്തിന് അടിമപ്പെട്ടിരുന്നു. ഗ്രീഷ്മ കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടി ഷാരോണിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്ന് ബോധ്യപ്പെട്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. മരണ ദിവസം രാവിലെ ഷാരോൺ ICUവിൽ വെച്ച് അച്ഛനോടുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞത് കേസിൽ നിർണായകമായി. ഷാരോണിന്റെ ആന്തരികാവയവങ്ങളെല്ലാം പൊള്ളലേറ്റ് തകരാറിലായിരുന്നു. വെള്ളം പോലും ഇറക്കാനാവാത്ത അവസ്ഥയിലായി. ഇതോടെയാണ് കുടിച്ചത് വെറും കഷായമല്ലെന്ന സംശയം ഡോക്ടർമാർക്കും വീട്ടുകാർക്കും ഉണ്ടായത്. അപ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചിരുന്നില്ല. പക്ഷേ മരണ ദിവസം രാവിലെ ഷാരോൺ ICUവിൽ വെച്ച് അച്ഛനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷിമോൺ എന്ത് കഷായമാണ് ഷാരോണിന് കൊടുത്തതെന്ന് നിരവധി തവണ ഗ്രീഷ്മയോട് ചോദിച്ചിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം തെറ്റായ മരുന്നിന്റെ കുപ്പിയുടെ ഫോട്ടോയും മറ്റും അയച്ചു കൊടുത്ത് ഗ്രീഷ്മ ഷിമോണിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചത്. കഷായം കുടിച്ചാൽ ഒരിക്കലും മരണത്തിലേക്ക് എത്തില്ലെന്നറിയാവുന്ന ഷിമോണിന് സംഭവത്തിൽ സംശയം തോന്നാനും കൂടുതൽ ശാസ്ത്രീയ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെടാനും ഗ്രീഷ്മയുമായുള്ള സംസാരവും മരുന്നുകളെക്കുറിച്ചുള്ള വാട്സപ്പ് ചാറ്റുകളും സഹായിക്കുകയും ചെയ്തു. ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. സംഭവ ദിവസം ഷാരോണിനെ ഗ്രീഷ്മയുടെ വീടിനടുത്ത് കൊണ്ടുവിട്ട റിജിന്റെ മൊഴിയും നിർണായകമായിരുന്നു. പച്ചനിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് ഷാരോൺ പുറത്തു വരുന്നത് കണ്ടുവെന്നും അവശനായ ഷാരോണിനെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടത് താനാണെന്നും റിജിൻ മൊഴി നൽകിയിരുന്നു. ഇതും കേസിൽ നിർണായകമായി. ഒപ്പം ശാസ്ത്രീയ തെളിവുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞതും പഴുതടച്ച കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് നയിച്ചു. ഇരുവരുടെയും ഫോണുകളിൽ നിന്ന് ഫോട്ടോകളും വീഡിയോകളും ചാറ്റുകളുമായി നിരവധി തെളിവുകളാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഡോക്ടർമാരടക്കമുള്ള വിദഗ്ധരുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. അങ്ങനെ വെറും ഭക്ഷ്യവിഷബാധ എന്ന നിലയിൽ ഒതുങ്ങിപ്പോവേണ്ട കേസ് കൊലപാതക കേസായി മാറുകയും ക്രിമിനൽ ബുദ്ധിയോടെ ഷാരോണിന്റെ അഗാധ പ്രണയത്തെ കൊന്നുകളഞ്ഞ ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കഴിഞ്ഞു.